വേണ്ട കാണാണ്ട. അവിടെ എത്തിയിട്ട് എന്തായാലും W40 മേടിച്ചിട്ട് നമുക്കൊന്ന് പരീക്ഷ നടത്തി നോക്കാം. എനിക്ക് തന്നെ പണിയാവും തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ റൈറ്റ് ഷോൾഡർ വേദന തുടങ്ങിയിട്ടുണ്ട്. കുഴയ്ക്കുക പാടത്തുണ്ടായിരുന്നു തൃശ്ശൂര്, അത് വെട്ടി. അങ്ങനെ നമ്മൾ തൃശ്ശൂര് എത്തിയിരിക്കുകയാണ്. ഹെൽമെറ്റ് വേറെയാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുക, ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ എങ്ങനത്തെ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ലേ. നോക്കി നോക്കാം. ഒരു ലോങ് റൈഡാണ്. എത്ര ദിവസത്തേക്ക് പ്ലാനിൽ പോകണം, സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാണണം. എത്ര ദിവസം കൊണ്ട് തിരിച്ചു വരുന്നൊന്നും പ്ലാൻ ചെയ്തില്ല. ഒരു പുതിയ റൈഡിങ് ജാക്കറ്റ് കയറണേ. അങ്ങോട്ട് ഇരിപ്പം അങ്ങോട്ട് റെഡി ആവണില്ലേ. ഭയങ്കര ഒരു അസ്വസ്ഥത. ഭക്ഷണം കഴിച്ചില്ല, ഫോണാക്കി വല്ലയിടത്തും കഴിക്കാം. റൈഡിങ് ജാക്കറ്റ് ഉപയോഗിക്കാണ്ട് റൈഡിങ് ജാക്കറ്റ് ഉപയോഗിച്ചില്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിക്കണത്. അതിൻ്റെയാന്ന് തോന്നുന്നുണ്ട്, ഒരു കംഫർട്ട് കിട്ടണില്ലേ. മണ്ണുത്തി ഹൈവേയിൽ കയറി നമ്മൾ. ഇതേ എന്താ പ്രശ്നം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുംഭമേളയ്ക്ക് ശേഷം എപ്പോഴാണ് ലോങ് റൈഡ് പോണത്. അപ്പോൾ പുതിയ റൈഡിങ് ഗിയർ ജാക്കറ്റ് മേടിച്ചു. റൈഡിങ് ജാക്കറ്റ് ഫുൾ പാഡഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഷോൾഡർ അതെല്ലാം ഉണ്ട്, ലെവൽ 2. അപ്പോൾ ഞാൻ ഈ റൈഡിങ് ജാക്കറ്റ് യൂസ് ചെയ്തില്ല. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ സാധാ ഒന്നല്ലേ വിൻ്റർ ജാക്കറ്റാ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാറ്. ഇത് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു അൺകംഫർട്ടായിട്ട് തോന്നണത്. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ശരിയാവും കുറച്ച് നേരം കഴിഞ്ഞാൽ. പിന്നെ ഹെൽമെറ്റ്, ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ്. അപ്പോൾ അതിൻ്റെ ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ലഗേജ് അടുത്തുള്ള ബാഗിലാണ്. നമ്മൾ സാധാരണ മറ്റേ ടോപ്പ് ബോക്സാണല്ലോ വയ്ക്കാറ്. ടോപ്പ് ബോക്സ് എടുത്തില്ല, ഞാൻ ഒരു റോളിങ് ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലുക്കിലായിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രീതി. ഇതെനിക്ക് തന്നെ പണിയാവും തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ റൈറ്റ് ഷോൾഡർ വേദന തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മാത്രം നമുക്ക് ഏകദേശം ഒരു 430 കിലോമീറ്റർ ഇപ്പോൾ റൺ ചെയ്യാണ്ട്. നൈറ്റ് ഒരു 7:30 കഴിയുമെന്ന് പറയണത് അവിടെ എത്തുമ്പോൾ. ഇതിൻ്റെ ഗൂഗിൾ ഗ്ലാസ് ആണെങ്കിൽ ഫുള്ള് ബ്ലാക്കാ. അപ്പം അത് പറയും വേണ്ട. ഇപ്പം തന്നെ ഒരു കൂരാകൂരിട്ടായിട്ട് കാണുന്നത്. ഒരു 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ കണ്ണ് കാണില്ലേ. ഗൂഗിൾ ഊരി വെച്ചിട്ട് വണ്ടി ഓടിക്കേണ്ടി വരും. അപ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറ്റകളില്ലേ, ചെറിയ പ്രാണികൾ വന്നിട്ട് കണ്ണിലടിക്കാൻ തുടങ്ങും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂഞ്ചിയ അവസ്ഥയില. വേറെ കുഴപ്പമൊന്നുമില്ല. ബാഗൊന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും ഫുഡ് അടിക്കാൻ നിർത്തണം, അപ്പോൾ റെഡിയാക്കാം. അതല്ല അതിനൊരു മികച്ചത്. വൈബിനാടാ. കുറെ നാളായി, ഏകദേശം 1 മാസത്തിന് മുകളിലായിണ്ടാവില്ലേ. 1 മാസം പോരാ, അതേ മാർച്ചിലാ. മാർച്ചാണ്ടാന്ന് തോന്നുന്നുണ്ട്. മാർച്ച് ഫെബ്രുവരിയിലാന്ന് തോന്നുന്നുണ്ട്. ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ച് ഏപ്രിൽ 2 മാസമായി ലോങ് റൈഡ് പോയിട്ട്. ഞാൻ 2-3 ദിവസമായി പ്ലാൻ ചെയ്യണു, പക്ഷെ തീരെ വയ്യ. പനി കിട്ടി, അസുഖങ്ങൾ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൈന്നൊക്കെ ഇന്ന് റിലീസായി. വന്നാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ ഇറങ്ങി. വേറെന്നോടത്ത് വെച്ച് കാണാം, അല്ലാണ്ട് വേറെ വഴിയില്ല.
പറയുന്നുണ്ട് മക്കളെ, എന്തൊരു അവസ്ഥ എന്നറിയില്ലേ. നോക്കിയോക്കാം, ചെറുതായിട്ട് ചാറ്റൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി പോയി കഴിഞ്ഞാൽ എത്ര ദൂരത്തേക്ക് കഴിഞ്ഞാൽ മഴ കിട്ടുന്ന അറിയില്ലേ. പന്നിയങ്കര എത്തിയിട്ടുള്ളോ. മഴ കൊളാക്കാണാവോ നോക്കാം. അമ്പലത്തില് പൂരാന്ന് തോന്നുന്നുണ്ട്, തിരക്കുണ്ട്. പാലക്കാട് അങ്ങോട്ട് തിരിഞ്ഞ് ഓടിച്ചിട്ട് വല്ലോടത്ത് പോയി വണ്ടി ഇടിക്കാവോ, എന്നാലും ആകെ ബ്ലോക്കാ. റിസ്ക് വേണ്ട. എന്തോരം കച്ചവടക്കാരാ നോക്കി. എൻ്റെ അമ്മോ, ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയ പൂരാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ക്രൗഡുണ്ട്. വൈകുന്നേരമൊക്കെ ആവും തോന്നുന്നുണ്ട്, തിരക്ക് കാണണമെങ്കിൽ വരണമെങ്കിൽ. ഫുള്ള് ബ്ലോക്കാ. ഞാൻ വിശന്നിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ എന്നിട്ട് ആര്യാസിൽ കയറിയിട്ടൊരു മസാല ദോശ കഴിച്ചു. പൊന്നു, നല്ല ഫുഡ് അവർ തരാറ്. ഇന്നത്തെ എന്താ പറ്റുകയെന്ന് അറിയില്ല, വളരെ വളരെ മോശമായിരുന്നു. ഇനി അവിടുത്തെ കുക്ക് പറയുന്ന അറിയില്ലേ, ഒന്നിനും ഒരു ടേസ്റ്റില്ലേ. കാപ്പി നല്ല കാപ്പിയായിരുന്നു, ബാക്കി മസാല ദോശ ആവറേജിന് താഴെ, വളരെ മോശമായിരുന്നു. സാധാരണ അവരുടെ ഫുഡൊക്കെ നല്ല ഫുഡ്, വെജിറ്റേറിയനായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാവാറില്ല. എന്ത് പറ്റാന്ന് അറിയില്ല, മോശം ഫുഡായി. ഉത്സവം പൂരം എന്നൊക്കെ പറയുന്നത്, പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് ഒരു രസമുള്ള പരിപാടിയാണല്ലോ, എല്ലാവരും കൂടുന്ന ഒരു പരിപാടി. കല്യാണം പോലെയല്ല അത്. ആ ദേശത്ത് നല്ല എത്ര സ്ഥലത്ത് ആൾക്കാർ വരിക. ഇത് ഇവിടുത്തെ വലിയൊരു ഉത്സവം തോന്നുന്നുണ്ട് കണ്ടിട്ട്, കാരണം ഇത്രയധികം കച്ചവടക്കാരുണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആവും ചിലപ്പോൾ ആൾക്കാർ കൂടുക. പട്ടികൾ വട്ടം ചാട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊള്ളാച്ചി എത്താറായി. ഒന്ന് പൊള്ളാച്ചിക്ക് ഏകദേശം ഒരു 15-13 കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളൂ. അടിപൊളി റോഡാ. എന്നാലും ചില സ്ഥലത്ത് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും റോഡ് സൂപ്പർ റോഡാണ്. തമിഴ്നാട് വന്നാലും അവിടെ നല്ല റോഡാണ് കിട്ടുക. ഇപ്പം ഞാൻ വന്ന ഈ ഗോവിന്ദാപുരം റോഡ് ആകെ പാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭ്രാന്തായി. ഇനി ഒരു 360 കിലോമീറ്റർ വണ്ടി ഓടിക്കാണ്ട്. ഷോൾഡർ വേദനയാണെങ്കിൽ അത് ബാഗിൻ്റെ എന്ന് പറഞ്ഞാൽ ബാഗ് ലൂസാക്കിയിട്ട് കംഫർട്ടാവുള്ള ഇരിപ്പ്. എങ്ങനെ നല്ലൊരു അസ്വസ്ഥത തോന്നുക. ഇതൊക്കെ കുത്തി കയറ്റിട്ട കാരണമാണോന്ന് അറിയില്ലേ.
ചിലപ്പോൾ ബാഗും കൂടി ഇട്ട് കാരണം അവിടെ ബാഗില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടോപ്പ് ബോക്സ് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അത് ഷോയ്ക്ക് വേണ്ടി ഇറക്കിയതാ. മണ്ടനാവും തോന്നുന്നുണ്ട്. അവിടെ ഇതിൽ മെയിലും കഴിയാനെടുത്ത് ചെയ്യണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം. എന്നിട്ട് റോഡില്ല, വെറുതെ ഇങ്ങനെ കൈ കൊടുത്തിരുന്നാൽ മതി. സിമ്പിളായിട്ട് വണ്ടി കയറി പോവുക. ഇവിടെ ഈ സ്പീഡ് ബ്രേക്കർ വന്നിട്ടുണ്ട്, അതൊരു വള്ളിയ. രണ്ട് സൈഡും മരങ്ങളും കൊണ്ട് നോക്കിയേ, രക്ഷയില് എന്താണല്ല. പ്രത്യേക ഭംഗിയാണത്. റെസ്റ്റ് ചെയ്യാൻ നല്ല സ്ഥലത്ത് വേനൽക്കാലത്ത്. സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാം. അവിടെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു കുഴയ്ക്ക പാടത്തുണ്ടായിരുന്നു തൃശ്ശൂര്. അത് വെട്ടി റോഡ് വികസനം എന്നുണ്ട്. ഇപ്പൊ ഇത് തേങ്ങയില്ലേ, വെയിലുകൊണ്ട് പളകളും റോഡ് വണ്ടി ഓടി തന്നെ തോന്നില്ലേ. അമ്മാരി ചൂട്. ഇപ്പൊ ആകെ മൂഞ്ച അവസ്ഥയിൽ നിൽക്കണത്. ബോർഡ് കാണാണ്ട് അതൊക്കെ നോക്കിയോട്ടെ. ഫോൺ സ്വിച്ച് ഓഫായി, ചാർജ് കയറിയില്ല, കുറേശ്ശെ കയറണുള്ളൂ. നമുക്ക് ഇവിടുന്ന് എവിടെയോ കൊണ്ട് റൈറ്റ് പോവാല്ലേ. റൈറ്റ് പോയി കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റ് ഉള്ളത്. മധുരയിൽ പോയിട്ട് എന്തായാലും പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം, മധുര പിടിക്കാം. ഓരോ ഗതികേട്. ഇടി വിട്ട് എൻ്റെ തലയിൽ പാമ്പടിച്ചെന്നുള്ള അവസ്ഥയായി. ആൾക്കാരൊക്കെ ഭീകരമായിട്ട് നോക്കണത്. ഈ റൂട്ട് തന്നെ ആയിരിക്കും മധുരയ്ക്ക് ഇവിടുന്ന് 48 കിലോമീറ്റർ കാണിക്കാണ്ട്. അപ്പോ ഉത്തരം ശരിയാണെങ്കിൽ ഇത് 1% എത്ര ആയിട്ട് തീരെ ചാർജ് ഒന്നുമില്ലേ. ചാർജ് ഭയങ്കര സ്ലോയിലാണ് കയറണത്. സിഗ്നൽ ബോർഡ് നോക്കി ഓടിക്കേണ്ടി വരുന്നോ, സിഗ്നൽ ബോർഡ് നോക്കി പോകേണ്ടി വരുന്നോന്നുണ്ട്. കാറ്റാടിയുടെ ലീഫ്. മുകളിലോട് നോക്കിയപ്പോ എത്ര വലിപ്പം തോന്നുന്നില്ലേ. ഇതായത് നോക്കുമ്പോ അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. ഇതെങ്ങനെ ഈ കാലം അപ്പുറ സൈഡ് വൺ സൈഡ് ഇത് ഭയങ്കര കണ്ട ഉരുണ്ടിട്ടും മറ്റേ സൈഡ് ഒരു മുള്ളു പോലെ നിൽക്കണത് കേട്ടോ. ചര കണ്ട കാണാണ്ട വൺ സൈഡ് ഒരു മുള്ളു പോലെ കാണണത്. ഇനി മുള്ളു മാലകളൊക്കെ കിട്ടുന്നില്ല. ഇത് നീളം നോക്കി ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ ഉണ്ട്. എൻ്റെ അമ്മോ എന്തായി 1% കാണിക്കുന്നത്. എന്ത് നീളം നോക്കി. ഇത്രയും വലിയ സാധനം എങ്ങനെയാണല്ലേ ഇവര് ഫിറ്റ് ചെയ്യണത്. അങ്ങനെ
മധുരെത്തി മക്കളെ. പുറത്തുകൊണ്ടുള്ള മധുരമായിരിക്കും. ഇതെന്താ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നു ഡിഫൻഡർ. അപ്പോൾ ചാർജിലിട്ടു. ചാർജറിന്ന് ചാർജ് കയറണില്ല. ഇപ്പോൾ ഈ 1% ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ മുകളിലായി. ഈ 1% കാണിക്കണല്ലോ. ചാർജ് കയറണില്ല. എന്നാൽ ചാർജ് ഇറങ്ങുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുക. എന്തായാലും പോണ വരെ പോവാം. അതാണ് പ്ലാൻ. വേറെ വഴിയില്ല. പെട്ടുപോയി. ക്യാമറയിലും ചാർജ് കുറവാ. അപ്പൊ ഈ സിഗ്നൽ ബോർഡ് നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. എവിടെ എത്തുമ്പോ എങ്ങനെ എത്തുമെന്ന് അറിയില്ല. കന്യാകുമാരി പിടിക്കാം. അത് മധുരയ്ക്ക് പോണ മധുര ടൗണിലേക്ക് പോണ റൂട്ടാണ് അത്. ആ വഴി ആ ലെഫ്റ്റിലേക്കുള്ളത്. നമ്മളിപ്പോ പോണത് കന്യാകുമാരി റൂട്ടാണ് പിടിച്ചിട്ടുള്ളത്. നോക്കി നോക്കാം. പൊന്നു മക്കളെ മൂഞ്ചി അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണത്. ഇപ്പൊ എന്താ ശരി, നമുക്ക് ചോദിച്ചു പോവാം. അതാണ് ഇപ്പൊ അവസ്ഥ. ഫോൺ ചാർജർ വർക്ക് ചെയ്യില്ല. ചാർജർ എന്തോ മിസ്സിങ് ആയിട്ടുണ്ട്. WD-40 മേടിക്കാൻ പോയ സ്ഥലത്ത് അവര് ഇവിടെ കിട്ടില്ല, ടൗണിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ടൗണിൽ പോയി ചിലപ്പോൾ ഞാൻ ലോക്കാവും. വഴി തെറ്റാൻ നല്ല ചാൻസ് ഉള്ള. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവര് എയർപോർട്ട് റോഡുണ്ട്, ആ റോഡ് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട്. ഇതിന് മുന്നേ ഒരു ലെഫ്റ്റിലേക്ക് വഴി ഉണ്ടായിരുന്നു. ആ വഴി പോയി കഴിഞ്ഞാൽ നേരെ രാമേശ്വരത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അതാണ് പെട്ടെന്ന് ഇതാന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു 120-130 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്. കണ്ണിലേക്ക് പാട്ടൊന്ന് അടിക്കാൻ തുടങ്ങി. ആരനാണോ കണി കണ്ടത്. ഇതൊക്കെ കുത്തി വലിച്ച് കയറിയിട്ട് ഈ ഹെൽമെറ്റ് ഇട്ടും ബാഗ് ഇട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഷോ വർക്ക് ചെയ്ത് റോൾ ഇടാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാൻ മണ്ടനായി. മര്യാദയ്ക്ക് ആ ടോപ്പ് ബോക്സ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് എന്തെങ്കിലും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 120 കിലോമീറ്റർ ഇവിടുന്ന് വരില്ലെന്ന്. ഇവിടുന്ന് ഫസ്റ്റ് ടോൾ ബൂത്ത് വരും. അവിടുന്ന് ലെഫ്റ്റ് സ്ട്രൈറ്റ്. അത് കണ്ട് നെക്സ്റ്റ് ഒരു ജംഗ്ഷൻ വരും. അവിടുന്ന് ഒരു ലെഫ്റ്റ്. ഞാനിപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ്. ലെഫ്റ്റ് അല്ല റൈറ്റ് കിട്ടിയിട്ടുള്ള അറിവ്. നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ടാബ് എടുത്ത് കണക്ട് ചെയ്തപ്പോൾ ടാബിലും കയറുന്നില്ല. അപ്പോൾ പിന്നെ ചാർജറിൻ്റെ കംപ്ലൈൻ്റ്. അവിടെ എത്തിയിട്ട് എന്തായാലും WD-40 മേടിച്ചിട്ട് നമുക്കൊന്ന് പരീക്ഷ നടത്തി നോക്കാം. ചിലപ്പോൾ സക്സസ് ആയാലോ. ഉപയോഗിക്കാത്ത ഇടയ്ക്കെല്ലാം ഉപയോഗിക്കണല്ലോ. അതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. വെള്ളം കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ചിരിക്കണ്ടാവും. നോക്കാം. ക്യാമറയിൽ ചാർജില്ല. ഫോൺ സ്വിച്ച് ഓഫ്. എന്താവും എന്തോ നോക്കാം നമുക്ക്. ഇതിലിപ്പോ രസകരമായിട്ടുള്ള കാര്യം എന്തിനാ അറിയോ? രാമേശ്വരത്തേക്ക് മാത്രം ഇവിടെ ബോർഡ് കാണാനില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും ബോർഡ് വെച്ചിട്ടുണ്ട് ഇവര്. രാമേശ്വരം പോണ സ്ഥലത്തേക്കുള്ള ബോർഡ് മാത്രം ഈ വഴിയിൽ കാണാം. ഈ വഴി തന്നെ ഞാൻ വന്ന വഴിയിൽ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. ധനുഷ്കോടിക്കുള്ളതാ അല്ലെങ്കിൽ രാമേശ്വരത്തേക്കുള്ളതാ ഒരു ബോർഡ് പോലും ഇല്ല. എന്തുകൊണ്ടാണ് ഇവര് വെക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും ഈ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കേസ് കൺഫേം ചെയ്തു ഞാൻ. എന്ത് വന്നാലും വെച്ചിട്ടുണ്ട്. ഞാനവിടെ ഒരു സലീം സേലം എന്നുള്ളൊരു എന്തൊരു RR ബിരിയാണി ഉണ്ട്. അത് കഴിക്കാമെന്ന് വിചാരിച്ച. പക്ഷെ അപ്ലൈ അത് കവർ ചെയ്തിട്ട് പോന്നു. നമുക്ക് ഈ പോണ വഴിയിൽ വല്ല എടുത്തുണ്ടോ നോക്കി നോക്കാം. ഇവിടെ ബിരിയാണി
അധികം വയ്ക്കാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എല്ലാ മുക്കിലേക്ക് മൂലയിലേക്കുള്ള ബോർഡോട് വെച്ചിട്ടുണ്ട്. രാമേശ്വരത്തേക്ക് ധനുഷ്കോടിക്കുള്ള ബോർഡ് മാത്രം കാണാനില്ല. ഇവിടുന്ന് ഇനി 185 കിലോമീറ്റർ ഉണ്ട് രാമേശ്വരത്തേക്ക്. ഏകദേശം ഒരു 11 മണി 12 മണിയൊക്കെ ആവുന്ന പ്രതീക്ഷിക്കുക എത്തുമ്പോൾ. അതിന് മുന്നേ റൂം കിട്ടാന്നുണ്ടെങ്കിൽ റൂം എടുക്കും, അല്ലെങ്കിൽ രാമേശ്വരം പിടിക്കും. മൊബൈലിലെ ചാർജർ തന്നില്ല, കുറെ നമുക്ക് സമയം പോയി. അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കുറെ വഴി തെറ്റി അതുണ്ടായത്. പറഞ്ഞിട്ട് കാര്യമില്ലേ, ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാന്ന് പറയില്ലേ. അവരെ വണ്ടി ഇപ്പം എന്നിട്ട് പറ്റിയാണോ ഡിസ്ക് വെള്ളം പോയി വയ്ക്കിട്ട്. ഫൈനലി നമ്മൾ റൂം എടുത്തു. തീരെ വയ്യ, നല്ല മെയിൽ വേനുണ്ട്. ഫാൻ എടുത്തിട്ട് ഞങ്ങൾക്ക് കുളിച്ച് ഫ്രഷ് ആയുള്ളൂ. നല്ല മെയിൽ വേനുണ്ട്. അപ്പോൾ സമയം 8 മണി. ഇവിടുന്ന് രാമേശ്വരത്തേക്ക് ഏകദേശം 130 കിലോമീറ്ററും പിന്നെ അവിടുന്ന് 20 കിലോമീറ്റർ ധനുഷ്കോടി പറഞ്ഞു 150 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നിർത്താണ്ട് പോയി ഏകദേശം ഒരു 12 മണി കഴിയും അവിടെ എത്തുമ്പോൾ. റൂമൊക്കെ എടുത്തെല്ലാം വരുമ്പോൾ ടൈമാവും. പിന്നെ നല്ല ഷോൾഡർ പെയിൻ, നല്ല ബോഡി മൊത്തത്തിൽ വേനെടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നത് ഈ കോട്ടിൻ്റെ ആണോ ബാഗിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ബാഗ് നല്ല ലോഡുണ്ട്, ബോക്സ് വെച്ചാൽ മതിയായിരുന്നു. കണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് അടിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് തന്നിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് ആണ്. രാവിലെ ഒരു 5 മണിക്ക് ആകുമ്പോൾ ഇറങ്ങാൻ പറ്റില്ല. 5 മണി 6 മണിയാകുമ്പോൾ അതൊന്നല്ല. നല്ല നമുക്കൊരു 9 മണിക്ക് ആകുമ്പോൾ ധനുഷ്കോടി എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ധനുഷ്കോടി എന്തായാലും ഇനി റൂം എടുക്കുന്നുണ്ട്. നൈറ്റ് നമ്മൾ അവിടെ പോകും. നൈറ്റ് ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങും നമ്മൾ. അതാണ് പരിപാടി. അപ്പോൾ ഇനി നാളെ കാണാം.